പാട്ടുമൂളുന്ന സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ കാഴ്ചയല്ല. ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൽ ഒതുങ്ങുന്നില്ല ഇത്തവണ സ്ഥാനാർത്ഥികളിലെ പാട്ടുകാർ. രാഷ്ട്രീയം മാത്രമല്ല സംഗീതവും വഴങ്ങും എന്ന് തെളിയിച്ചിരിക്കുകയാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി. പ്രചാരണത്തിനിടെ അപ്രതീക്ഷിതമായി പാട്ടുപാടണമെന്ന ആവശ്യം ഉയർന്നപ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് തന്നിൽ ഉറങ്ങിക്കിടന്ന കഴിവിനെ പൊടിതട്ടിയെടുത്തത്. വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ പലരും പല ആവശ്യങ്ങളും ഉന്നയിക്കാറുണ്ട്. കൈപ്പുഴ സെന്റ് തോമസ് അസൈലത്തിലെത്തിയ ഫ്രാൻസിസ് ജോർജ് കേട്ടത് വ്യത്യസ്തമായ ഒരു ആവശ്യമാണ്. സ്ഥാനാർത്ഥി ഒരു പാട്ട് പാടണം. ഫ്രാൻസിസ് ജോർജ് ഒട്ടും മടിച്ചില്ല. ഫ്രാൻസിസ് ജോർജിനൊപ്പം അംഗങ്ങളായവരും പാട്ട് ഏറ്റുപാടിയപ്പോൾ സായാഹ്നം സംഗീത സാന്ദ്രമായി. സ്ഥാനാർത്ഥിയുടെ പാട്ട് കേട്ട് റൂബി ഒരു നാടൻ പാട്ടുകൂടി പാടി സദസ്സിനെ കൂടുതൽ ആവേശത്തിലാക്കി. പാർട്ടി ചെയർമാൻ PJ ജോസഫിന്റെ പാട്ട് സ്വാധീനിച്ചതും സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് പുറത്തിറങ്ങാത്തതുമടക്കം ജീവിതത്തിലെ പാട്ടോർമ്മകളും പങ്കുവച്ചാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയുന്നത് ഈ സിസ്റ്റേഴ്സിന്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പരിചരണവും കരുതലും അത് വളരെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലൊരു പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമുക്കുണ്ടാകുന്നത്. 24 കോട്ടയം. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി സുഹേൽ മുഹമ്മദ്.